മുംബൈയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടന റാലി. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ടാണ് റാലി. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തേക്കും. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് റാലി. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, യാത്ര ഇന്നലെ തന്നെ സമാപിച്ചിരുന്നു. ഇന്നിപ്പോൾ നടക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റാലിയാണ്, പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്ത് അറിയിക്കുന്ന റാലി. ഈ റാലിയിൽ പ്രമുഖരായ എല്ലാ നേതാക്കളും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നാണോ മനസ്സിലാക്കുന്നത്? മറ്റൊന്ന്, ഇതിൽ CPI-CPIM സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താകും എന്നതും പ്രധാനമല്ലേ? തീർച്ചയായും ഈ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനത്തിന്റെ വേദിയാകാൻ വേണ്ടി ശിവാജി പാർക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ശിവാജി പാർക്ക് ഇന്ന് വൈകിട്ട് മാറാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ വളരെ പ്രാധാന്യമുള്ളതാണ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റാലി. കാരണം മുന്നണിക്കകത്തെ ഒരു ഐക്യം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു തെളിവായി ഇന്നത്തെ പരിപാടി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എനിക്ക് ഇവിടെ പുറകിൽ കാണാം, വലിയൊരു വേദി ഈ പരിപാടിക്ക് വേണ്ടി ശിവാജി പാർക്കിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പുറകിൽ വീഡിയോ കോളും എല്ലാം തന്നെ കാണാം. അതിനൊരു വശത്തായി ഒരു ചെറിയ വേദി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സംഗീത പരിപാടിയുടെ ട്രയൽസ് നടക്കുകയാണ്. ഓഡിയോ മറ്റുമൊക്കെ അതൊക്കെ സജ്ജീകരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടെയാണ് പരിപാടി. ഏതാണ്ട് 4 മണിക്കൂറിലധികം സമയം ഇത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. രാവിലെ രാഹുൽ ഗാന്ധി മുംബൈയിലെ ഗാന്ധിയുടെ ഭവനമായ മണിഭവനിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക് ഒരു സങ്കല്പ് പദയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിയന്മാരും ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരും ഒക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രഭാത ഭക്ഷണം ഇത്തരത്തിൽ പ്രശസ്തരായ പ്രമുഖരായ പൗരപ്രമുഖരുമായി അദ്ദേഹം ഭക്ഷണവും കഴിച്ചു. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ വൈകിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടിയാണ് ആരൊക്കെ വരും എന്ന കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ പല യോഗം നേരത്തെയും മുംബൈയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അന്ന് പങ്കെടുത്ത നേതാക്കളുടെ എണ്ണവും കരുത്തുമൊക്കെ അന്ന് കണ്ടതാണ്. അത്രയും പേരെയെങ്കിലും ഇത്തവണയും എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മുന്നണിയുടെ ശക്തിയെക്കുറിച്ച് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഏറെ നിർണായകമാണ്. നേരത്തെ അനുജ സൂചിപ്പിച്ച പേരുകൾ പോലെ തന്നെ അതിനപ്പുറത്തേക്ക് നേതാക്കൾ എത്തുമോ, CPM-ന്റെ നിലപാട് എന്തായിരിക്കും എന്നതൊക്കെ നമുക്ക് കാണേണ്ടി വരും വൈകിട്ട്. ഇന്ത്യ മുന്നണിയുടെ മഹാറാലി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശിവാജി പാർക്കിലാണ് നടക്കാനുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തറിയിക്കുന്ന റാലിയാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുമെന്ന സൂചനയാണ്. എന്നാൽ CPIM-ഉം കോൺഗ്രസിനെതിരെ പല സംസ്ഥാനങ്ങളിലും നേരിട്ട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്.